ഇവിടെ വചനം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനരായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മാനത്തോടാണ് ഇരിപ്പ്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. മനുഷ്യൻ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, മനുഷ്യനവൻ നല്ലവനാന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൈവം നിന്നെ നോക്കി നല്ലവനെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും ഹല്ലേലൂയ നിർഭാഗ്യമാണെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും. അതുകൊണ്ട് വളരെ വ്യക്തമായി വചനം പറയാം, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ, വിവേകമില്ലാത്ത പ്രവൃത്തി ചെയ്താൽ, വിവേകമില്ലാത്ത ജീവിതം നയിച്ചാൽ അവൻ നശിച്ചു പോകുന്ന മനുഷ്യൻ മൃഗത്തെ പോലെ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടത്തിന് നടുവില് യാതനകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സ്വന്തം അപ്പനാരോ അമ്മയാരെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാലഘട്ടത്തിന്റെ നടുവിലാണ് ഇന്ന് യാതനകൾ ജീവിച്ചു വരുന്നത്. അവൻ അതുകൊണ്ടാ വചനം ഈ തിന്മയുടെ ശക്തിയെ നോക്കിയിട്ട് അവൻ അധികാരത്തോട് പറയാ, മാനത്തോടിരിക്കുന്ന മനുഷ്യ, നിനക്കൊരു പക്ഷെ ബഹുമാനമുണ്ടായിരിക്കാം, ആളുകൾ നിന്നെ അംഗീകരിക്കുന്നുണ്ടായിരിക്കാം, സമ്പത്തുണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം, ആരോഗ്യമുണ്ടായിരിക്കാം. പക്ഷെ നിനക്ക് വിവേകമില്ലെങ്കിൽ സ്വർഗം പറയാ, നീ ഭൂമിയിൽ നടക്കുന്ന വിവേകമില്ലാത്ത മൃഗമുണ്ടല്ലോ, അവര് തുല്യനാണ് എന്ന്.